നമസ്കാരം. ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാണ് FD അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുടക്കക്കാർക്ക് മാത്രമല്ല, ഓൾറെഡി FDയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആളുകൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഫിക്സഡ് ഡെപ്പോസിറ്റിന് തന്നെ രണ്ട് രീതികൾ, അതായത് രണ്ട് തരത്തിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിലവിലുണ്ട്. ഒന്ന് പോസ്റ്റ് ഓഫീസിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് പോസ്റ്റ് ഓഫീസ് FD, അതുകൂടാതെ ബാങ്കിലുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ബാങ്ക് FD. സോ പോസ്റ്റ് ഓഫീസ് വേഴ്സസ് ബാങ്ക് FD. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നിക്ഷേപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ സുരക്ഷിതത്വം തന്നെയാണ്. നമ്മൾ മറ്റ് പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള നിക്ഷേപ പദ്ധതികൾ, വളരെ ഹൈ റിട്ടേൺസ് തരുന്ന നിക്ഷേപ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ പോലും ആളുകൾ പലപ്പോഴും സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മാനദണ്ഡം മനസ്സിൽ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ FD ആണ് കൂടുതലും അവലംബിക്കുന്നത്. സോ ഈ രണ്ട് തരത്തിലുള്ള FDകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതായത് പോസ്റ്റ് ഓഫീസ് FDയും ബാങ്ക് FDയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതുമാത്രമല്ല, ഈ രണ്ട് FD സ്കീമുകളുടെയും സേഫ്റ്റി, ഇൻട്രസ്റ്റ് റേറ്റുകൾ, ടാക്സ് ബെനിഫിറ്റുകൾ, ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, റിസ്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, പോസ്റ്റ് ഓഫീസ് FD ആണോ അതോ ബാങ്ക് FD ആണോ, അങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഇത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നുമല്ല, ഇത് വെറും ഇൻഫോർമേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാവും, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ ദീർഘകാലത്തേക്ക് ഒരു നിശ്ചിത എമൗണ്ട്, ഒരു ലംസം എമൗണ്ട് നമ്മളൊരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനെയാണ്, ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിലോ നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘകാലം മാത്രമല്ല, ഹ്രസ്വകാലത്തേക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് അവൈലബിൾ ആണ്. സോ ഒരു സ്പെസിഫിക് ടൈമിലേക്ക് എന്ന് നമുക്ക് പറയാം. അതായത് 7 ദിവസം മുതലാണ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പീരീഡ് ആരംഭിക്കുന്നത്. നിങ്ങളൊരു FD ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 7 ദിവസം വരെയാണ് നിങ്ങൾക്ക് അവിടെ ആ ഒരു FD വെക്കാൻ പറ്റുന്നത്. 7 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ 7 ദിവസം തൊട്ട് 10 വർഷം വരെ നിങ്ങൾക്ക് FD നിക്ഷേപിക്കാം. ഇതിന്റെ റിട്ടേൺ ആയിട്ട് നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ, ഏത് സാമ്പത്തിക സ്ഥാപനത്തിലാണോ നിങ്ങൾ പണം നിക്ഷേപിച്ചത്, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് റിട്ടേൺ ആയിട്ട് പലിശ ഇനത്തിൽ റിവാർഡ് ഇവർ നിങ്ങൾക്ക് തരുന്നു. സോ FDയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ പ്രെഡിക്റ്റബിലിറ്റിയാണ്. അതായത് നിങ്ങൾ ഒരിക്കൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം അവിടെ ലോക്ക് ആവുന്നു. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവട്ടെ, അതായത് പണപ്പെരുപ്പം പോലുള്ള ഇഷ്യൂ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടാകുന്നു. RBI അവരുടെ പോളിസി ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലാഷ് ആവുക, ഇങ്ങനെ എന്ത് സംഭവിച്ചാലും, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ നിക്ഷേപിച്ച FD അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സ്റ്റേബിൾ, സേഫ് ആൻഡ് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെയും മ്യൂച്വൽ ഫണ്ടിന്റെയും ടെൻഷൻ എടുക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഒരു ലംസം എമൗണ്ട് നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് FD. ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ 5 വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 7% പലിശ നിരക്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ 5 വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്ത് തരത്തിലുള്ള പണപ്പെരുപ്പമോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള യുദ്ധമോ, എന്ത് സാമ്പത്തിക ഇഷ്യൂ ഉണ്ടായാലും, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ഇഷ്യൂ ഉണ്ടായാലും നിങ്ങളുടെ 7% എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒരു തരത്തിലും കുറയാൻ പോകുന്നില്ല. നിങ്ങളുടെ പണം ഒരു തരത്തിലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണിന് ഒരു തരത്തിലും മാറ്റം വരാനുള്ള സാധ്യതയുമില്ല. ഇനി എന്താണ് പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റ്? നമുക്കറിയാം, പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കത്തിടപാടുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ്, പോസ്റ്റ് ഓഫീസിന്റെ പല ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ചുള്ള ധാരാളം വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ പോസ്റ്റ് ഓഫീസിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് FD നിക്ഷേപിക്കാം എന്നുള്ള കാര്യം പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നാഷണൽ സേവിങ്സ് ടൈം ഡെപ്പോസിറ്റ് സ്കീം എന്നാണ് പോസ്റ്റ് ഓഫീസ് FDയെ ഒഫീഷ്യലായിട്ട് വിളിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും സർക്കാരിന്റെ പിന്തുണയുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണിത്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ അല്ലെങ്കിൽ പ്രൈവറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളെ പോലെയുള്ള ഒന്നല്ല. നിങ്ങളുടെ പണം പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ ബാക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട്. അതിന്റെ ഗുണം എന്താണ്? നിങ്ങളുടെ പണം കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ. ഇതിന്റെ പലിശ നിരക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് എല്ലാ വർഷവും 3 മാസം കൂടുന്ന സമയത്ത് ഇതിന്റെ പലിശ നിരക്ക് റിവൈസ് ചെയ്യുന്നു. അതായത് എവറി ക്വാർട്ടർ.
ഇപ്പോഴത്തെ പലിശ നിരക്ക് ഒരു വർഷത്തേക്ക് പോസ്റ്റ് ഓഫീസിൽ FD നിക്ഷേപിക്കുകയാണെങ്കിൽ 6.9% പലിശ നിരക്ക് ലഭിക്കുന്നത്. ഇത് 2-3 വർഷത്തേക്കുള്ള FD ആയിട്ടാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 7% പലിശ നിരക്കായിട്ട് ലഭിക്കുന്നത്. ഇനി അതല്ല 5 വർഷത്തേക്കാണ് FD നിക്ഷേപിക്കുന്നതെങ്കിൽ ഏകദേശം 7.5% ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ലഭിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പലിശ നിരക്ക് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. എവറി ക്വാർട്ടർ ദേ ചേഞ്ച് ദ ഇൻട്രസ്റ്റ് റേറ്റ്. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്ന് ഇപ്പോഴത്തെ പലിശ നിരക്ക് എത്രയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിന്റെ ഒരു ഗുണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഒന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഷുറൻസ്, ഒരു ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും നമ്മുടെ കുടുംബത്തിനായിട്ടും നമുക്കായിട്ടും എടുത്തു വെക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക അച്ചടക്കത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വെറും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രതിമാസ പ്രീമിയത്തിൽ ടേം ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാരിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. കൂടാതെ കോടികളുടെ കവറേജ് മാത്രമല്ല 15% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ടേം ഇൻഷുറൻസിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിലും കോടികളുടെ കവറേജ് വെറും 400 മുതൽ 500 രൂപ വരെ പ്രതിമാസ പ്രീമിയത്തിൽ ഹെൽത്ത് ഇൻഷുറൻസും ലഭിക്കും. മാത്രമല്ല 25% ഡിസ്കൗണ്ട് ലഭിക്കും. എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും വെറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഉറപ്പാണ്. മാത്രമല്ല 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാർ ഇതിനകത്തുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ലഭ്യമാണ്. ഇത് എവിടെയാണ് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ വേറെ എവിടെയുമല്ല, പോളിസി ബസാറിലാണ്. നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും വായിക്കാം. ബാക്ക് ടു ടോപ്പിക്. സോ ഈ ഒരു പോസ്റ്റ് ഓഫീസ് FDയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെന്റ് തുക 1000 രൂപയാണ്. നിങ്ങൾക്ക് വെറും 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഓഫീസ് FDയിൽ നിക്ഷേപിക്കാം. മാത്രമല്ല മാക്സിമത്തിന് യാതൊരു ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ, നിക്ഷേപിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അത്രത്തോളം എമൗണ്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ 1 മുതൽ 5 വരെ വർഷത്തേക്കുള്ള കാലയളവ് മാത്രമേ ഇതിനകത്തുള്ളൂ. മറ്റു ബാങ്ക് FD പോലെയല്ല. അതായത് 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം അല്ലെങ്കിൽ 5 വർഷം. ഇങ്ങനെ 5 വർഷത്തേക്കുള്ള കാലാവധി മാത്രമേ പോസ്റ്റ് ഓഫീസ് FDക്കകത്തുള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ FDയും അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങൾക്ക് പിൻവലിച്ച് നിങ്ങൾക്ക് വീണ്ടും തുടരണമെന്നുണ്ടെങ്കിൽ പുതിയൊരു FD അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് അതിലേക്ക് നിക്ഷേപിക്കാം. സോ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റഡ് ആണ്. ടാക്സ് പരമായ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 വർഷത്തെ പോസ്റ്റ് ഓഫീസ് FDകൾ ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ടാക്സബിൾ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോസ്റ്റ് ഓഫീസ് FDയിൽ TDS ഇല്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പലിശ നിരക്ക് ടാക്സബിൾ അല്ല എന്നല്ല. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് പലിശ നിരക്കിലുള്ള നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ വരുമാനം എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പ്രീ മെച്യൂർ വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ, അതായത് FD നിങ്ങൾ നിക്ഷേപിച്ചു, ആ നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആ FD പിൻവലിക്കണം എന്നാണെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആദ്യത്തെ 6 മാസം നിങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധ്യമല്ല. 6 മാസത്തിന് ശേഷമാണ് നിങ്ങൾ FD പിൻവലിക്കുന്നത് എന്നാണെങ്കിൽ ചെറിയ ഒരു പെനാൽറ്റി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ഈ പെനാൽറ്റി എങ്ങനെയാണ് എഫക്ട് ആവുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ നിരക്കിൽ നിന്നും അത് ഡിഡക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ പണം പെട്ടെന്ന് ആവശ്യമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനേ അല്ല. അതുപോലെ തന്നെ എല്ലാ 3 മാസം കൂടുന്ന സമയത്തും ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ടഡ് ആവുന്നു. സോ FDയുടെ മെച്യൂരിറ്റി കാലയളവ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ടും അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റും ലംസമായിട്ട് തിരികെ ലഭിക്കുന്നു. സോ ഓവറോൾ പറയുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് FD എന്ന് പറയുന്നത് ഹൈ സേഫ്റ്റി, സ്റ്റേബിൾ റിട്ടേൺ, ലോങ് ടേം പീസ് ഓഫ് മൈൻഡ്, ഈ 3 കാര്യങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് പോസ്റ്റ് ഓഫീസ് FD എന്ന് നിസ്സംശയം പറയാം. ഇനി ബാങ്ക് FDയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ മിക്ക ബാങ്കുകളിലും, മിക്ക പോപ്പുലർ ബാങ്കുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ അവൈലബിൾ ആണ്. SBI ആവട്ടെ, ആക്സിസ് ബാങ്ക് ആവട്ടെ, HDFC ആവട്ടെ, ICICI ആവട്ടെ, എല്ലാ ബാങ്കുകളിൽ നിന്ന് FDക്കുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ജനറലി വലിയ ബാങ്കുകൾ FDക്ക് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 6 മുതൽ 6.5% വരെയാണ്. പക്ഷേ ചെറിയ ബാങ്കുകളിലേക്ക് വരുന്ന സമയത്ത് സ്മോൾ ഫിനാൻസിംഗ് ബാങ്കുകൾ 8 മുതൽ 9% വരെ FDക്ക് റിട്ടേൺ കൊടുക്കുന്നുണ്ട്. സോ പ്രധാനപ്പെട്ട ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വലിയ വലിയ ബാങ്കുകൾ അല്ലെങ്കിൽ SBI, HDFC പോലെയുള്ള ബാങ്കുകൾ എന്നൊക്കെ പറയുന്നത് റിസ്ക് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് തീരെ കുറവുള്ള, ബാങ്ക്രപ്റ്റ് ആവാൻ സാധ്യത ഇല്ലാത്ത ബാങ്കുകളാണ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ FDയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ പണം കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന പലിശ കുറച്ച് കുറവാണെങ്കിൽ പോലും നമുക്ക് റിലയബിലിറ്റി അവിടെ കൂടുതലാണ്. പക്ഷേ സ്മോൾ ഫിനാൻസിംഗ് ബാങ്കിലേക്ക് വരുന്ന സമയത്ത് 8 മുതൽ 9% വരെ റിട്ടേൺ അവർ FDക്ക് തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എപ്പോഴും പലിശ നിരക്ക് നോക്കി മാത്രം FDയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ റിസ്ക് ആപ്പറ്റൈറ്റും കൂടി കണക്കാക്കിയിട്ട് മാത്രമേ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ. ബാങ്ക് FDയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസിന്, അതായത് മുതിർന്ന പൗരന്മാർക്ക് എക്സ്ട്രാ പലിശ നിരക്ക് ലഭിക്കും. അതായത് സാധാരണക്കാർക്ക്, സീനിയർ സിറ്റിസൺസ് അല്ലാത്ത ആളുകൾക്കുള്ള പലിശ നിരക്കിനേക്കാൾ
0.5%, അതായത് 0.5% എക്സ്ട്രാ പലിശ നിരക്ക് ലഭ്യമാണ്. ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് ഈ 0.5 എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കില്ല. സ്ഥിര വരുമാനം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്ക് വളരെ മികച്ച ഒരു ഓപ്ഷനാണിത്. അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 7 ദിവസം മുതൽ 10 വർഷം വരെയുള്ള ഒരു കാലയളവ് നിങ്ങൾക്ക് ഇതിനകത്ത് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ പ്രതിമാസ പേ ഔട്ട് ലഭിക്കും, അതല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി പേ ഔട്ട് ലഭിക്കും. നിങ്ങളുടെ FD വെച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാം, ഓൺലൈനായിട്ട് FD ഓപ്പൺ ചെയ്യാം, മൊബൈൽ ബാങ്കിങ് ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് ചില ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ടാക്സിന്റെ കാര്യത്തിലാണ്. സാധാരണ ആളുകൾക്ക് 50,000 രൂപയിൽ കൂടുതലോ, മുതിർന്ന പൗരന്മാർക്ക് അതായത് സീനിയർ സിറ്റിസൺസിന് 1 ലക്ഷം രൂപയിൽ കൂടുതലോ പലിശ ഇനത്തിലുള്ള വരുമാനമായി ലഭിക്കുന്നെങ്കിൽ അത് ടാക്സബിൾ ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും, അതായത് പോസ്റ്റ് ഓഫീസ് FDയുടെയും ബാങ്കിന്റെയും ബാങ്ക് FDയുടെയും ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വത്തിന്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ, പോസ്റ്റ് ഓഫീസ് FD ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള, അതായത് സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണമുള്ള അത്രയ്ക്കും സേഫ് ആയിട്ടുള്ള ഒരു FD ഓപ്ഷനാണ്. ബാങ്ക് FDയിലേക്ക് വരുന്ന സമയത്ത് സേഫ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, സേഫ് ആണ്. ബട്ട് പോസ്റ്റ് ഓഫീസ് പോലെ ഗവൺമെന്റ് ബാക്ക്ഡ് അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അതിനകത്തുള്ളത്. DICGC ഇൻഷുറൻസ് പ്രകാരം ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഇൻഷുർഡ് ആണ്. പക്ഷേ 5 ലക്ഷം രൂപ വരെ മാത്രമേ ഈ ഇൻഷുറൻസ് കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ FD ആയിട്ട് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബാങ്ക്സ് തിരഞ്ഞെടുക്കുക. അതായത് 15 ലക്ഷം രൂപയാണ് നിങ്ങൾ FD ആയിട്ട് നിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു ബാങ്കിൽ 15 ലക്ഷം രൂപ ഒരുമിച്ച് നിക്ഷേപിക്കാതെ 5, 5, 5 അങ്ങനെ 3 ആയിട്ട് അത് ഭാഗിച്ചുകൊണ്ട് 3 ഡിഫറെന്റ് ബാങ്കുകളിൽ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ 5 ലക്ഷം രൂപയും ഇൻഷുർഡ് ആയിരിക്കും. സോ അടുത്ത കാലത്തായിട്ട് പല വലിയ ബാങ്കുകളിലേക്കാളും കുറച്ച് അധികം റിട്ടേൺ പോസ്റ്റ് ഓഫീസ് നൽകുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ 5 ലക്ഷം രൂപ 5 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻ തമ്മിലുള്ള മെച്യൂരിറ്റി ഡിഫറൻസ് ഏകദേശം 20,000 രൂപ മുതൽ 40,000 രൂപ വരെ ആയിരിക്കും. സോ ടാക്സ് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് FDക്കും പോസ്റ്റ് ഓഫീസ് FDക്കും ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പോസ്റ്റ് ഓഫീസ് FDയിൽ TDS അപ്ലിക്കബിൾ അല്ല, ബാങ്ക് FDയിൽ ഇത് അപ്ലിക്കബിൾ ആണ്. മാത്രമല്ല പലിശ ഇനത്തിലുള്ള വരുമാനം രണ്ടിലും ടാക്സബിൾ ആണ്. ഇനി ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വിച്ച് ഈസ് ബെറ്റർ, ഏതാണ് നല്ലത്, പോസ്റ്റ് ഓഫീസ് FD ആണോ ബാങ്ക് FD ആണോ? സോ മാക്സിമം സേഫ്റ്റി, ലോങ് ടേം സ്റ്റെബിലിറ്റി, പീസ് ഓഫ് മൈൻഡ്, ഇത് മൂന്നുമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസ് FD ആണ് നല്ലത്. പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, പ്രതിമാസ വരുമാനം, ഓൺലൈൻ ആക്സസ് എന്നീ കാര്യങ്ങളാണെങ്കിൽ ബാങ്ക് FD ആയിരിക്കും ഉചിതം. അത് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്ക്, സീനിയർ സിറ്റിസൺസിന് ബാങ്ക് FD കൂടുതൽ ബെനിഫിറ്റ് നൽകുന്നു. 0.5% വരെ എക്സ്ട്രാ പലിശ നിരക്ക് അവർക്ക് ലഭിക്കും. സോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ എമൗണ്ട്, നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് എത്രയാണെങ്കിൽ പോലും ഏത് FDയിലേക്കാണ്, പോസ്റ്റ് ഓഫീസ് FDയിലേക്കാണോ അതോ ബാങ്ക് FDയിലേക്കാണോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.